നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാനായിട്ട് ഒരിക്കലും ഭയപ്പെടരുത്. ഞാൻ അനേക വർഷങ്ങൾ ഞാൻ വീണ്ടും ജനിച്ച ശേഷം ഞാനൊരു ബ്രദറൻ അസംബ്ലിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ദൈവത്തിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. കാരണം അവർ വളരെയധികം ദൈവവചനത്തിന് ഊന്നൽ നൽകുന്നവരായിരുന്നു. അതാണ് അവരുടെ ഏറ്റവും നല്ല ഗുണം. ദൈവവചനം പഠിക്കുക, ദൈവവചനം പഠിക്കുക, ദൈവവചനം പഠിക്കുക. ആരംഭ നാളുകളിലോട്ട് അങ്ങനെയാണ്. പല സ്ഥാനപ്പേരുകളും അവർ ഉപയോഗിക്കത്തില്ല. പാസ്റ്റർ, ബിഷപ്പ് അങ്ങനെയൊന്നും അവർക്കില്ല. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ വീണ്ടും ജനിച്ച സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെയാണ് സ്നാനപ്പെട്ടത്. എന്നാൽ കൂട്ടായ്മയിൽ അവരുടെ എല്ലാ മീറ്റിങ്ങിലും നിങ്ങളൊരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്ന പോലാണ്. എല്ലാവരും ഗൗരവത്തിലിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കും ഇവിടെ ആരാ മരിച്ചെന്നു. സത്യസന്ധമായി പറയുകയാണ് അവരെങ്ങനെയായിരുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. സത്യമായിട്ടും ഇങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അവരുടെ കുടുംബത്തിൽ ആരോ മരിച്ചതുപോലെ തോന്നും. അതുപോലാണ് അവരുടെ ഇരിപ്പ്. അവിടെ ഒരു സന്തോഷമില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി. മരിച്ച വീട്ടിൽ ഇരിക്കുന്ന പോലാണോ അവരിയ്ക്കുന്നത്? എങ്ങനെയാണ് അവർ കൈ അടിക്കുകയും കൈ പൊക്കുകയൊക്കെ ചെയ്യുന്നത്? അതോ അവർ കൈ പൊക്കാൻ വളരെ മടിച്ച് സാവകാശമേ പൊങ്ങൂ. നിങ്ങൾക്കറിയാമോ ദൈവവചനം പറയുന്നത് എന്താണെന്ന്? ദൈവവചനത്തെ എല്ലാ കൽപ്പന അനുസരിക്കേണ്ടതാണോ? അതിലൊന്നിതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക. 1 തീമോത്തിയോസ് 2-ാം അധ്യായം. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിലാണ് ഇത് എഴുതിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അതോ പൗലോസിൻ്റെ ആശയം പൗലോസ് എഴുതിയതാണ്? പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായിട്ടാണ് ഈ പുതിയ നിയമം എഴുതപ്പെട്ടത്. ഇവിടെ പൗലോസ് എഴുതുന്ന ഒരു കാര്യം 12-ാം വാക്യത്തിൽ മൗനമായിരിക്കാനല്ലാതെ ഉപദേശിക്കാനോ പുരുഷന്റെ മേൽ അധികാരം നടത്താനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. 1 തീമോത്തിയോസ് 2:12. ഞാനത് അംഗീകരിക്കുന്നു. സ്ത്രീകൾക്ക് അവരുടെ സാക്ഷ്യം പറയാം. ദൈവം അവരോട് സംസാരിച്ച വചനത്തിൽ കൂടി ഒരു സാക്ഷ്യമായിട്ട് പറയാം. ഉപദേശിപ്പാൻ അവളെ വിളിച്ചിട്ടില്ല. അതൊരു അധികാരമാണ്. അതുകൊണ്ട് സഭയിലിരുന്ന് ഉപദേശം പറയാൻ സ്ത്രീകൾക്ക് അവകാശമില്ല. അവൾക്ക് അവിടെ സാക്ഷ്യം പറയാം. എന്നാൽ അതേപ്പറ്റിയല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇത് ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അനേക പുരുഷന്മാരുണ്ട്. എന്നാൽ ഇതാണ് പുരുഷൻ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് ഇത് പറയുന്നത് 1 തീമോത്തിയോസ് 2:8. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വിശുദ്ധ കൈകളെ ഉയർത്തി. സഹോദരന്മാരെ, അത് ചെയ്യാൻ നിങ്ങൾക്ക് ലജ്ജയാണോ? ഇത് വചനത്തിലുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ കൈവോക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലായ്മ തോന്നുന്നുണ്ടോ? ഇവിടെ വായിക്കുന്നു, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും. ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പോലെ ഒരു കൂട്ടായ്മ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കൈകൾ ഉയർത്തി സ്തുതിക്കുന്ന ഒരു സഭയിൽ ചെല്ലുമ്പോൾ. ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. മറ്റുള്ളവർ കൈ ഉയർത്താത്തപ്പോഴും ഞാൻ ഉയർത്തും. ഞാൻ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു. ആളുകൾ എന്തും ചിന്തിക്കട്ടെ. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാനിത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. ദൈവഭക്തനായ ഒരു മനുഷ്യൻ എഴുതിയതാണത്. അവൻ പറഞ്ഞു, അന്യഭാഷയിൽ പെന്തക്കോസ്തുകാർ സംസാരിക്കുന്നതിന് അവൻ വളരെയധികം എതിരായിരുന്നുവെന്ന്. എന്നാൽ അവരുടെ ഇടയിൽ ചില നല്ല ആളുകളുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. വളരെ ആത്മാർത്ഥതയുള്ളവർ. അതെല്ലാ കൂട്ടങ്ങളിലും ഉണ്ട്. അവൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു. അവൻ ഒരു കാര്യം മനസ്സിലാക്കി. നിങ്ങൾക്കറിയാലോ, സഭകൾ വളരെയധികം അധപ്പതിച്ചിട്ടുണ്ട്. ആദ്യകാലത്തെ പോലെ അല്ല ഇന്ന് പെന്തക്കോസ്ത് സഭ. ആരംഭത്തിൽ വളരെ നന്നായിരുന്നു, മറ്റു സ്ഥല സഭകളെ പോലെ. ബ്രദറൻ സഭ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ആയിരുന്നില്ല ആദ്യ നാളുകളിൽ. ജോർജ് മുള്ളറിനെ പറ്റി ചിന്തിച്ചേ. ഈ ലോകത്തിൽ ജീവിച്ച ഏറ്റവും ദൈവഭക്ത മനുഷ്യരിൽ ഒരാളായിരുന്നു. അവൻ ദൈവത്തെ വളരെ വിശ്വസിച്ചു. അവനൊരു ബ്രദറൻ സഭക്കാരനായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ വളരെ വിലമതിക്കുന്നു. ഇതുപോലെ തന്നെ പെന്തക്കോസ്ത് സഭയും നിലവാരം താഴോട്ട് പോയിട്ടുണ്ട്. മറ്റെല്ലായിടത്തും നടക്കുന്ന പോലെ 40, 50, 70 വർഷം കഴിയുമ്പോൾ പുതിയ തലമുറ വരും. എഫെസോസിൽ പൗലോസ് സ്ഥാപിച്ച ആ സഭ തന്നെ. പൗലോസ് 3 കൊല്ലം അവിടെ താമസിച്ച് പണിത ആ സഭ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അധപ്പതനം സംഭവിച്ചു. അതെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അധപ്പതനം. കാരണം പുതിയ തലമുറ വരും. അവർ ആ പ്രസ്ഥാനം ആരംഭിച്ച ആളുകളുടെ കാഴ്ചപ്പാടുള്ളവരായിരിക്കുകയില്ല. ഇതെവിടെയും സംഭവിക്കാം. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാനിത് സംസാരിച്ചപ്പോൾ ആരോ എന്നോട് ചോദിച്ചു, CFCയിൽ ഇത് സംഭവിക്കുന്നത് വിശ്വസിക്കുന്നു? നിശ്ചയമായിട്ടും ദൈവത്തിന് ഇത് മുന്നോട്ട് നടത്താനുള്ള ദൈവഭക്തരെ കണ്ടില്ലെങ്കിൽ നമുക്കും ഇത് സംഭവിക്കും. ദൈവത്തിന് ആരാന്നൊന്നുള്ള പ്രശ്നമല്ല. സഭയെ നടത്താൻ താഴ്മയുള്ള ദൈവഭക്തരായ ആളുകളെ അവൻ കണ്ടെത്തുമെങ്കിൽ സഭ മുന്നോട്ട് പോകും. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യരെ അവൻ കണ്ടെത്തുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് സംഭവിച്ചത് തന്നെ സംഭവിക്കും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. കാരണം മിക്കപ്പോഴും
സഭ സ്ഥാപിച്ചവന് ദൈവത്തെ അറിയാമായിരിക്കും. അവന് ദൈവവുമായി ബന്ധമുണ്ട്. അങ്ങനെ അവൻ ഒരു പണി ചെയ്യും. എന്നാൽ അനുയായിക്ക് സ്ഥാപിച്ചവനെ അറിയും. അനുയായികൾ കർത്താവിനെ അറിയണം. ആ അനുയായികൾക്ക് ഒരാൾക്ക് ദൈവത്തെ അറിയാമെങ്കിൽ ആ പ്രവൃത്തി തുടരും. എന്നാൽ സ്ഥാപിച്ചവനെ മാത്രമേ അറിയുള്ളെങ്കിൽ അത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് ആളുകൾ ദൈവത്തെ അറിയണമെന്ന് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയണം. ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞ ഈ സഹോദരൻ ഒരു പെന്തക്കോസ് കൂട്ടായ്മയിൽ പോകാനായിട്ട് തീരുമാനിച്ചു. അവനെ കാണാൻ കഴിഞ്ഞു. പരമാർത്ഥമുള്ള ആളുകൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട്. അവിടെ ചില ആളുകൾ, എല്ലായിടത്തും നിങ്ങൾക്ക് ശബ്ദകോലാഹലം കാണാൻ കഴിയില്ല. അവിടെ ചില ആളുകൾ യഥാർത്ഥമായിട്ട് അന്യഭാഷ പറയുന്നവരായിരുന്നു. അവനപ്പം സംശയം തോന്നി. അവനെ ആളുകളെ കൈപൊക്കുന്നതിനോട് വളരെ എതിർപ്പായിരുന്നു. അവൻ പറഞ്ഞു, എല്ലാവരും എന്തിനാ കൈപൊക്കുന്നു? അവൻ്റെ ചുറ്റും ആളുകൾ കൈ ഉയർത്തുന്നത് കണ്ടപ്പം അവനവരുടെ മധ്യേ വളരെ സ്റ്റഡിയായിട്ട് നിന്നു. അവൻ പറഞ്ഞു, ആത്മാവ് അവനെ നിർബന്ധിച്ചു, എന്തുകൊണ്ട് നിൻ്റെ കൈ അവരോട് ചേർന്ന് ഉയർത്തുന്നില്ല? ഇതാണ് അവൻ പറഞ്ഞത്. കൃത്യമായിട്ട് ഇതാണ് അവൻ പറഞ്ഞത്. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ കൈ ഉയർത്തപ്പം എന്തോ അവൻ്റെ ഉള്ളിൽ പൊട്ടിത്തകർന്നു. പെട്ടെന്ന് അവൻ അന്യഭാഷയെ സംസാരിച്ചു. അതുകൊണ്ട് നീ അത് അനുകരിച്ചാൽ അത് സംഭവിക്കുകയില്ല. അത് സംഭവിക്കാത്തതിന് കാരണം നീ അത് അനുകരിക്കുകയാണ്. ആ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ചാണ് ചെയ്തത്. നിൻ്റെ കാര്യത്തിൽ വേറെന്തെങ്കിലും ആയിരിക്കും. നിൻ്റെ ഭാര്യയോട് പോയി ക്ഷമ ചോദിക്കുന്നതായിരിക്കും. അതായിരിക്കും നിന്നെ സ്വതന്ത്രമാക്കുന്നത്. അത് വ്യത്യസ്തമാണ്. അത് പരിശുദ്ധാത്മാവ് നിന്നോടെന്ന് പറയുന്നു എന്നുള്ളതാണ്. നിനക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും അത്. അപ്പം നീ ആത്മാവിനെ അനുസരിച്ചാൽ അതാ അനുസരണമാണ്, കൈ ഉയർത്തുന്നതല്ല. ആ അനുസരണം, അവിടെയാണ് സ്വാതന്ത്ര്യം. ഞാൻ ഇത് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് പുതിയ നിയമസഭ പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ ഈ പ്രമാണങ്ങൾ നമുക്ക് കഴിയുന്നിടത്തോളം നാം അനുസരിക്കുന്നവരായിരിക്കണം. ക്രമമല്ല, യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാം ഗൗരവത്തിലെടുക്കണം. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങളൊരു ക്രമമല്ല പിന്തുടരേണ്ടത്, ജീവനാണ്. ഉദാഹരണത്തിന് 23:2 ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലാണ് അവരിയ്ക്കുന്നത്. മുമ്പ് മോശയായിരുന്നു, ഇപ്പോൾ അവരാണ്. അതുപോലെ ഇത് ശ്രദ്ധിക്കൂ, അവർ നിങ്ങളോട് ചെയ്യാൻ പറയുന്ന ഒക്കെ നിങ്ങൾ ചെയ്തു കൊള്ളുവിൻ. ഇന്ന് ആരെക്കുറിച്ചായിരിക്കും യേശു അത് പറയുന്നത്? റോമൻ കത്തോലിക്ക സഭ പറയുന്നു മറിയെ ആരാധിക്കാം. കർത്താവ് പറയുമോ അവർ പറയുന്നതെല്ലാം ചെയ്യാൻ? യേശു ദൈവപുത്രൻ അല്ലെന്ന് പറയുന്ന യഹോവ സാക്ഷികൾ പറയുന്നതൊക്കെ ചെയ്യാനായിട്ട് അവൻ നിങ്ങളോട് പറയുമോ? ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പഠിപ്പിക്കുന്ന മെത്തഡിസ്റ്റുകൾ പറയുന്നതൊക്കെ ചെയ്യാൻ നിങ്ങളോട് പറയുമോ? യേശു അവർ പഠിപ്പിക്കുന്ന മിക്ക കാര്യവും ചെയ്യണമെന്നല്ല പറയുന്നു. നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണം ചെയ്തോളൂ എന്നാണ്. ആരുടെ കാര്യമാണ് പറയുന്നത്? പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കാര്യം. അവരെ പഠിപ്പിക്കുന്നതൊക്കെ ശരിയാണെന്ന് കർത്താവ് അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞ് അവരുടെ ജീവിതം അനുകരിക്കരുത്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. എന്നാൽ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവരുടെ പഠിപ്പീര് ശരിയാണ്, എന്നാൽ അങ്ങനെയല്ല അവർ ജീവിക്കുന്നു. ഇന്നത്തെ കാര്യമെടുത്താൽ അവർ മനോഹരമായുള്ള കാര്യങ്ങൾ സഭയിൽ പഠിപ്പിക്കുന്നു, എന്നാൽ അവർ വീട്ടിലെങ്ങനെ ജീവിക്കുന്നു പോയി നോക്കിയേ. ഈ പെന്തക്കോസ്ത് സഭകളിൽ പോലും അന്യഭാഷകളിൽ അവർ ദൈവത്തോട് സംസാരിക്കുന്നു. സഭയിൽ അന്യഭാഷ പറഞ്ഞവർ വൈകിട്ട് വീട്ടിൽ മാതൃഭാഷയിൽ ഭാര്യയോട് കോപിക്കുന്നു. എന്താണത്? അത് കപടഭക്തിയാണ്. അവർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കരുത് താനും. എന്നാൽ ഉപദേശം ശരിയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ സമയത്തെ ആ 1-ാം നൂറ്റാണ്ടിലും അവർ പഠിപ്പിച്ച കാര്യങ്ങൾ അതിൻ്റെ അവസാന അക്ഷരം വരെ ശരിയായിരുന്നു. എന്നാൽ ജീവിതം അതുമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു. അവർ പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് യേശു സമ്മതിച്ചു. പരീശന്മാരുടെ വിശ്വാസ പ്രമാണം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കി, അവസാനം വരെ അത് കൃത്യമാണ്. യേശു പറഞ്ഞു ഇതെല്ലാം കൃത്യമാണ്. എന്നാൽ അവരുടെ ജീവിതം ഇവിടെ എഴുതിയിരിക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതാണ് പല സഭകളുടെയും അനുഭവം. നിങ്ങൾ ചിന്തിക്കുക, അവരുടെ വിശ്വാസ പ്രമാണം കൃത്യമാണ്, പാടുന്ന പാട്ടുകളും സത്യമാണ്, അവരുടെ പ്രസംഗവും കൃത്യമാണ്, എന്നാൽ അവരെങ്ങനെ ജീവിക്കുന്നു നോക്കി. അതുകൊണ്ട് അവർ ജീവിക്കുന്ന പോലെ ജീവിക്കരുത്. അവർ കാര്യങ്ങൾ കൃത്യമായി പറയും, എന്നാൽ അങ്ങനെയല്ല ജീവിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സഭ പണിയാൻ കഴിയില്ല.